ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് ഇവിടെ യു കെയിൽ നഴ്സുമാർ വരുന്നതും ഇവിടെ NHSലേക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നതും എല്ലാവരും എനിക്ക് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിലെ അക്കോമഡേഷൻസ് ഇവിടുത്തെ ബാക്കിയുള്ള ഫെസിലിറ്റീസിനെയൊക്കെ കുറിച്ച് എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ പല വീഡിയോകളിലും. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി, ഒരു വർഷമായി വന്ന ഒരു കുട്ടിയുണ്ട്. പുള്ളിയുടെ പേരാണ് ഫ്ലവർ എന്ന്. അപ്പം പുള്ളിക്കാരിയോട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാവേ. പോട്ടെ, ഓക്കെ. അപ്പം പേരെന്താന്ന് പറഞ്ഞാൽ എനിക്കറിയാം പേര്, എന്നാലും ചുമ്മാ. ഫ്ലവർ ആൻഡ് മേരി. അപ്പം എത്ര നാളായി വന്നിട്ട്? ഞാൻ കഴിഞ്ഞ വർഷം ജൂണിലൂടെ എത്തിയതാ. എങ്ങനെയാണ് പ്രോസസ്സിങ്? നാട്ടിൽ OET എഴുതി, UKV IELTS എഴുതി, CBT എക്സാം എഴുതി, പിന്നെ എന്താ പറയുക, ഒരു ഏജൻസി വഴി ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അവരിൽ നിന്ന് ഓഫർ ലെറ്റർ ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം ഫസ്റ്റ് തന്നെ പോർട്സ്മൗത്ത് ഹോസ്പിറ്റലായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് അവരുടെ ഓഫർ ലെറ്റർ വന്നു. പിന്നെ CBT എക്സാം ഒക്കെ എഴുതി, UKV IELTS എക്സാം എഴുതി, പിന്നെ ഡിസിഷൻ ലെറ്റർ കിട്ടി, സർട്ടിഫിക്കറ്റ് സ്പോൺസർഷിപ്പ് കിട്ടി. അതിനുശേഷം വിസ അപ്ലൈ ചെയ്തു. അങ്ങനെ വിസ അപ്ലൈ ചെയ്ത് വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് കിട്ടി കഴിഞ്ഞപ്പോൾ വന്നു. ഓക്കെ. അപ്പം എന്തെങ്കിലും പൈസയൊക്കെ ചിലവായോ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന്? പൈസ ഏകദേശം ഒരു 2-3 ലക്ഷമൊക്കെ ചിലവായിരുന്നു. പക്ഷെ അത് ഇവിടെ വന്ന് നമ്മൾ OSCE എക്സാം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞ് നമ്മൾ എക്സാം കഴിഞ്ഞപ്പം അവരത് തിരിച്ചു തന്നിരുന്നു. മുഴുവനായിട്ടല്ല, എന്നാലും 90% അവർ തിരിച്ചു തന്നിരുന്നു. അപ്പം അതിനുള്ള എന്താണ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടാനായിട്ട്? പൈസ തിരിച്ചു കിട്ടാന്ന് പറയുമ്പോൾ 3 മാസത്തെ എക്സാം കഴിഞ്ഞിട്ട് OSCE എക്സാം കഴിഞ്ഞ് നമുക്ക് പിന്നെ കിട്ടി കഴിയുമ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് നമ്മൾ അത് അപ്ലൈ ചെയ്യും. അപ്പോൾ അത് മേട്രണിലേക്ക് പോകും. മേട്രൺ അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്കത് നെക്സ്റ്റ് മന്തിലെങ്ങാണ്ടാണ് നമുക്ക് റീഎംബേഴ്സ് കിട്ടും. ഓക്കെ. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പം എങ്ങനെയായിരുന്നു എയർപോർട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വരെ വന്നേ? എയർപോർട്ടിൽ ആരെങ്കിലും ഒരാൾ എന്നെ ആക്ച്വലി കൊണ്ടുവന്നില്ലായിരുന്നു. പക്ഷേ IITR അല്ലെങ്കിൽ NYTS വഴിയൊക്കെ വന്നിരുന്നവർ അവരുടെ ആരെങ്കിലും ഒരാൾ വന്ന് ക്യാബുമായിട്ട് വന്ന് എല്ലാവരും പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഹോസ്പിറ്റലാക്കുക ചെയ്തിരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നമ്മളെ റിസപ്ഷനിൽ വന്നിട്ട് നിങ്ങളുടെ അക്കോമഡേഷനുള്ള കീ കളക്ട് ചെയ്യണം. അങ്ങനെയായിരുന്നു? റിസപ്ഷനിൽ വന്നിട്ട് നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കും. നമ്മൾ മിക്കവാറും ഇവിടെ സർനെയിമാണ് കൂടുതൽ യൂസ് ചെയ്യുക. അപ്പം സർനെയിം പറഞ്ഞുമ്പോൾ അവർക്ക് നമുക്ക് കീ എടുത്ത് തരും. പിന്നെ നമ്മുടെ ഒരു HR-ൻ്റെ ഒരാളുണ്ടാവും, റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ആൾ വന്ന് നമ്മളോട് സംസാരിക്കും. ആൾ അക്കോമഡേഷൻ അവിടേക്ക് കൊണ്ടുപോകും. നമുക്ക് ആ അക്കോമഡേഷനും ഫ്ലാറ്റൊക്കെ കാണിച്ചു തരും, എന്താണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പം ചില ആൾക്കാർക്ക് ഒരു 50 പൗണ്ട് തൽക്കാലത്തിനുള്ള ചിലവിനുള്ള പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം നമ്മൾ കുറച്ച് മണി പൗണ്ടാക്കി മാറ്റി കൊണ്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെന്ന് ഒരു നോർത്ത് എൻട്രൻസിൻ്റെ അവിടെ ഒരു റിസപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവർ തരും. തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ കാശിനൊപ്പം ഹെൽപ്പാകും. കാരണം ഒരു മാസം ആയി കഴിഞ്ഞിട്ടില്ല നമുക്ക് ഫസ്റ്റ് സാലറി വരുള്ളൂ. അപ്പോഴത്തേക്കുള്ളൊരു ഹെൽപ്പാകും അത്. ഓക്കെ. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് കൊണ്ടുവരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ 3 മാസം നിങ്ങൾ ഈ അക്കോമഡേഷനിൽ താമസിക്കേണ്ടേ? അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് വേറെ ഒരു താമസ സ്ഥലം നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? ഇപ്പം ഏജൻസി വെച്ച് നോക്കുമ്പോൾ ചില ഏജൻസികൾക്ക് 3 മാസം വരെ ഫ്രീ ആയിട്ടായിരിക്കും ഹോസ്പിറ്റൽ അക്കോമഡേഷൻ കൊടുക്കുന്നത്. ചിലർക്ക് 1 മന്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ അതുവരെ നമുക്ക് കിട്ടുന്ന ഒരു മണി ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ അധികം പോയിട്ടുണ്ടാവില്ലല്ലോ. അത് വെച്ചിട്ടാണ് ഞങ്ങൾ റെൻ്റൊക്കെ കൊടുത്ത് ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം. ഞങ്ങളപ്പം കുറച്ച് ആപ്പുകളുണ്ട് ഈ വീടുകൾ കണ്ടുപിടിക്കാനായിട്ട്. ആ ആപ്പുകൾ റൈറ്റ് മൂവ്, ഓൺ ദ മാർക്കറ്റ് എന്നൊക്കെ കുറച്ച് ആപ്പുകളുണ്ട്. ആ ആപ്പ് അല്ലെങ്കിൽ ഇവിടെ തന്നെ കുറേ മലയാളികളുണ്ടല്ലോ. നമ്മുടെ ശരിന്ന വാടി തന്നെ ഇഷ്ടംപോലെ മലയാളികളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടും. എനിക്കങ്ങനെ രശ്മിജി പറഞ്ഞ ഒരു വീടാണ് കിട്ടിയിരുന്നത്. അപ്പം കയ്യിലുണ്ടായിരുന്ന കാശ് വെച്ചിട്ട് കുറച്ച് ഡെപ്പോസിറ്റ് അടിച്ച് ഞങ്ങൾ ഷെയർ ആണ് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ 2 പേരും കൂടെ ഡെപ്പോസിറ്റും റെൻറ്റും കൂടെ അടച്ച് അങ്ങനെ ചെയ്തിരുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പം നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഇവിടുത്തെ നമ്മളെ 1 പൗണ്ട് എന്ന് പറയുന്നത് നാട്ടിലത്തെ 92-98 രൂപയാണ്. അത് വെച്ചിട്ട് ഒരു സാധനവും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി ഇവിടുത്തെ 1 പൗണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞതാണ് ഒരു സാധനത്തിൻ്റെ. 45 പൈസയുടെയൊക്കെ സാധനം ഉണ്ട്. എന്നാലും ഒരു മാക്സിമം ഒരു സാധനം, നല്ലൊരു സാധനം കിട്ടണമെങ്കിൽ 1 പൗണ്ടെങ്കിലും വേണം. അപ്പം ഞാനൊക്കെ ആദ്യം വന്ന് 14 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യം വന്നപ്പം എനിക്ക് 1 പൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു എന്നെ 1 പൗണ്ടിൻ്റെ എങ്ങനെ സാധനം മേടിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമായിരുന്നു. അപ്പം നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു സാധനം ഞങ്ങൾ മേടിക്കുകയില്ലായിരുന്നു. അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നോ?
അത് ഞാനിവിടെ വന്ന് എയർപോർട്ടിൽ ഇറങ്ങിയ വഴി എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ഒരു വാചകം എനിക്കും പറയാനേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ UK ചെന്നിട്ട് ഒരു കടയിലും ഒരു സാധനത്തിലും നമ്മൾ പൗണ്ട് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കരുത്. അങ്ങനെ നോക്കി നമുക്ക് ഒരു സാധനവും വാങ്ങാൻ തോന്നില്ല. കാരണം അത്രയും ഡിഫറൻസ് ഉണ്ട് നമ്മുടെ പൗണ്ടും റുപ്പീസും ആയിട്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സാലറി വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, വാങ്ങാവുന്നതേ ഉള്ളൂ. കുറച്ച് മിച്ചം പിടിക്കാനും പറ്റും. ഓക്കെ, അപ്പം ഒരു മാസം എത്ര പൈസ കിട്ടും? ഒരു മാസം ഏകദേശം അതിപ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ബാൻഡ് 3 ആയിട്ടായിരിക്കും കയറാം. അപ്പോൾ ഒരു 1500 സംതിങ് ഒക്കെ, ചിലപ്പം 1500 അല്ലെങ്കിൽ 1400 അങ്ങനെയൊക്കെ കിട്ടുള്ളൂ പൗണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതി നമ്മൾ പിന്നെ കിട്ടി ബാൻഡ് 5 ആവും. നമ്മളിപ്പം ബാൻഡ് 3 ബാൻഡ് 5 മാറും. അപ്പം നമുക്ക് കുറച്ചും കൂടെ കിട്ടും, ഒരു 1800-നടുത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഹോസ്പിറ്റലിൽ ബാങ്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ബാങ്ക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മളും ഹോസ്പിറ്റലിൽ നിങ്ങൾ ബാൻഡ് 5 ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞ് IV ഒക്കെ ആക്സ് കിട്ടിക്കഴിഞ്ഞ് IV ഒക്കെ ഡ്രഗ് കൊടുക്കാനും നമുക്ക് ഓരോ പ്രൊസീജിയറിനും ഇവിടെ പ്രത്യേകം ട്രെയിനിങ്ങും പ്രത്യേകം സൈൻ ഓഫ് ഉണ്ട്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനേജറുടെ പെർമിഷനോട് കൂടി നമുക്ക് വേറെ വാർഡുകളിലൊക്കെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ, ഒരു മിനിറ്റ്, എടുക്കണോ, ലേറ്റ് എടുക്കണോ, നൈറ്റ് എടുക്കണോ, എന്താണ്, എന്നിട്ട് അതിൻ്റെ പൈസ എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെനസ്ഡേ അത് അല്ലെങ്കിൽ നമ്മൾ പൈസ വേണമെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ നമുക്കത് പൈസ കിട്ടും. നമ്മൾ സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് എവറി മന്ത് 28-നാണ് ഇവിടെ സാലറി കിട്ടുന്നത്. ഇൻ കേസ് 28 എന്നുള്ളത് സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് 26-ന് കിട്ടും, അല്ലെങ്കിൽ 28 എന്നുള്ള ഫിക്സ്ഡ് ഡേറ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും നമ്മൾ ഒരു ഷിഫ്റ്റ് നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്ത് നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു 100 പൗണ്ട് 50 പൗണ്ടൊക്കെ കിട്ടും. നമ്മുടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പോൾ ഫ്ലവർ എന്ന് മുതലാണ് ഒരു ഏജൻസി ചെയ്യാൻ തുടങ്ങിയോ എന്നത്, എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എന്താണ് നല്ലതെന്നൊന്ന് പറയാമോ? എനിക്ക് സ്പിന്ന് കിട്ടി കഴിഞ്ഞപ്പം ഞങ്ങൾ മാനേജറിൻ്റെ അടുത്ത് പോയി നമ്മൾ സൈൻ ഓഫ് ചെയ്യണം. നമ്മൾ നാട്ടിൽ നേഴ്സായിരുന്നു, ഇവിടെ നേഴ്സായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേഴ്സിംഗ് എല്ലാം ഒന്നാണ്, ബേസിക്സ് എല്ലാം ഒന്നാണ്. പക്ഷേ ഇവിടെ ചെയ്യുന്ന വിധം കുറച്ച് വ്യത്യാസമുണ്ട്. ഇപ്പം ഈവൻ ബെഡ് മേക്കിംഗ് പോലും ഇവിടെ ബ്ലാങ്കറ്റ് എന്നുള്ള സംഭവം തന്നെ വരും. അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളുള്ള കാരണം കൊണ്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്താലേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഈവൻ ഓറൽ മെഡിക്കേഷൻ കൊടുക്കണമെങ്കിൽ വരെ ആദ്യം കാണിച്ചിട്ട് സൈൻ ഓഫ് കിട്ടിയിട്ട് നമുക്ക് IV ആക്സസിങ്ങളൊക്കെ സൈൻ ഓഫ് കിട്ടാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കിട്ടി, എനിക്ക് IV ആക്സസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ബാങ്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അപ്പം നമുക്ക് ഉള്ള പോലെ ചിലപ്പം നമുക്ക് 2-3 ദിവസമൊക്കെ ഓഫ് ഉണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ബാങ്ക് ചെയ്യാമല്ലോ. അങ്ങനെ ബാങ്ക് ചെയ്താൽ കുറച്ചൊരു കാശ് കിട്ടും. അപ്പം നമുക്കത് എക്സ്ട്രാ മണിയുമാണ്. പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസും കിട്ടും. നമ്മുടെ വാർഡല്ലാതെ വേറൊരു വാർഡിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നുള്ളൊരു എക്സ്പീരിയൻസും കിട്ടും. അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. ഓക്കെ, പിന്നെ ഡ്യൂട്ടിയുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഒരു നേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്നും തികച്ചും വ്യത്യാസമാണ്. കാരണം ഞാൻ നാട്ടിൽ ചെയ്തപ്പോൾ നമ്മൾ പേഷ്യൻറ്റിൻ്റെ പേഴ്സണൽ കെയർ ചെയ്യാറില്ല. കാരണം ഞാനൊക്കെ ചെയ്തപ്പോൾ നമുക്ക് പോട്ടേഴ്സ് ബെഡ് പാൻ കൊടുക്കുന്നത്, മെയിലിന് ബെഡ് പാൻ കൊടുക്കുക, കമാന്തോ ഒക്കെ ആണെങ്കിൽ ആണുങ്ങൾ വരും. പെണ്ണുങ്ങൾക്ക് ബെഡ് പാനൊക്കെ കൊടുക്കണമെങ്കിൽ പെണ്ണുങ്ങളായിട്ടുള്ള അതുണ്ട്. പിന്നെ ഏതെങ്കിലും പേഷ്യൻറ്റിനെ കൊണ്ടുപോകണമെങ്കിൽ പോട്ടേഴ്സ് വരും. വാഷ് കൊടുക്കണമെങ്കിൽ നേഴ്സിംഗ് എയ്ഡുമാരുണ്ടാവും. നേഴ്സുമാർ ഉള്ളി നേഴ്സിംഗ് വൈസ് മാത്രമല്ല ഉണ്ട്. പക്ഷേ അതിൽ നിന്നും ഒത്തിരി വ്യത്യാസമാണ് UK നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിനെക്കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? UK അത് വന്നപ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ UK വന്നു കഴിയുമ്പം ആ ഒരു വാർഡിൽ നമുക്ക് തന്നിരിക്കുന്ന ഒരു വാർഡാണെന്നുണ്ടെങ്കിൽ, ഞാൻ വാർഡിലാണ് എക്സ്പീരിയൻസ്, എനിക്ക് ആ വാർഡിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. വാർഡാണെന്നുണ്ടെങ്കിൽ നമ്മളാണ്, നേഴ്സാണ് എന്താ പറയുക, എല്ലാത്തിൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നത്. എന്ത് നടന്നാലും നമ്മളോടായിരിക്കും ചോദിക്കുക. പിന്നെ നമുക്ക് ഹെൽപ്പിന് ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സ് ഉണ്ടാവും. പക്ഷേ നമ്മളും എല്ലാ കാര്യത്തിലും ചെയ്യണം. ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കേഴ്സിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഈവൻ വാഷ്, കാരണം ഇവിടെ അറ്റൻഡേഴ്സ് ഒന്നുമില്ല. അപ്പം എല്ലാ പേഷ്യൻസിനെയും വാഷ്, മൗത്ത് കെയർ, പിന്നെ കൊമോഡ് ആൻഡ് ബെഡ് പാൻ യൂസേജ്, അങ്ങനെ എല്ലാം നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന അല്ലാതെ തന്നെ ബാക്കി എല്ലാം തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. ഓക്കെ, ഒരു നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എലിമിനേഷൻ എന്നുള്ളത് തന്നെ. അപ്പം അതുപോലെ തന്നെ സ്കിൻ ചെക്ക്, നമ്മുടെ ബെഡ് സോറ് പ്രിവെൻഷൻ നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പം ഇവിടെ റീസെൻ്റിലായി വന്നിട്ടുള്ള കുറേ നേഴ്സുമാർ പല വാർഡുകളിലും റിഫ്യൂസ് ചെയ്തു എന്ന് നമ്മൾ കേട്ടു. അവർക്ക് പേഷ്യൻറ്റിനെ വാഷ് ചെയ്യാൻ പറ്റില്ല, ടേൺ ചെയ്യാൻ പറ്റില്ല. കാരണം ചില പേഷ്യൻറ്റിന് 2nd അവറിൽ ടേൺ ഉണ്ട്, 4th അവറിൽ ഉണ്ട്, 6th അവറിൽ ടേൺ ഉണ്ട്. പിന്നെ നമ്മൾ എയർ മാറ്റർ
മാട്രസ് കൊടുക്കുന്നുണ്ട്. എയർ മാട്രസ് കൊടുത്തെങ്കിലും ഒരു പേഷ്യൻറ്റിനെ ടേൺ ചെയ്യേണ്ടത് നമ്മൾ ടേൺ ചെയ്യണം. സോ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ്റെ വാർഡിൽ മെയിൻലി ഒരു ഓൾഡ് ഏജ് പീപ്പിൾ എന്നൊക്കെ പറയാം. ഒരു ആവറേജ് എൻ്റെ വാർഡിൻ്റെ ആവറേജ് ഏജ് എടുത്താൽ തന്നെ ചിലപ്പം ഒരു 60 ഒക്കെ ആയിരിക്കും. അതുമാതിരി ഓൾഡ് ഏജ് പീപ്പിൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ അവർ ഫ്രെജൈലായിരിക്കും, എപ്പോൾ വേണമെങ്കിലും വീഴാം. സ്കിന്നൊക്കെ നല്ല എന്താ പറയുക, നല്ല ഫ്രെജൈൽ സ്കിൻ ആയതുകൊണ്ട് പെട്ടെന്ന് പൊട്ടി പോവാം. ചിലപ്പം അവർക്ക് അത്ര മൂവ്മെൻറ്റ് ഇല്ലാത്തവരായിരിക്കും. സോ അറ്റൻഡേഴ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ തന്നെ തിരിക്കണം അവരെ. നമ്മളപ്പം വരുമ്പോൾ തന്നെ സ്കിൻ ചെക്ക് ചെയ്യണം. പല സ്ഥലങ്ങളിൽ ചിലപ്പം കെയർ ഹോമിലൊക്കെ ബെഡ് ബൗണ്ട് ആയിട്ട് വന്നിരിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ സ്കിൻ ചെക്ക് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഞാൻ ICUലായിരുന്നു, അതുകൊണ്ടായിരിക്കും എനിക്ക് അറിയാത്തത്. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെ ബെഡ് സോർ പ്രശ്നങ്ങളുണ്ട്. സോ ബെഡ് സോർ പ്രശ്നം എന്ന് പറയുമ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ സ്കിൻ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നമ്മളത് കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്താൽ പിന്നീട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ഡോക്യുമെൻറ്റ് സഹിതം കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം സ്കിൻ ചെക്ക് ചെയ്യണം. പിന്നെ അതിനെ ടേൺ ചെയ്യണം. ടേൺ ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ ടേൺ ചെയ്ത് അത് എഴുതി ഒഴിക്കണം. പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്ത് ചോദിച്ചിട്ട് ടേൺ ചെയ്യാൻ നോക്കണം. പിന്നെ സ്കിൻ ചെക്കിന് ചിലപ്പം ഇന്നിപ്പം കാണുമ്പോൾ നല്ല സ്കിന്നായിരിക്കും, പക്ഷെ നാളെ ചിലപ്പോൾ റെഡായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴേ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുത്ത് നമ്മൾ ഹെഡ് ചെയ്യണം, അല്ലെങ്കിൽ ആ ബെഡ് സോർ കൂടി പ്രശ്നങ്ങളായി മാറും. അപ്പം ഞാൻ ഇവിടുത്തെ വാർഡിൻ്റെ ഒരു റൊട്ടീൻ പറയാം. നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഒരു ടെൻഷനും കുറേ പേർക്ക് ചില വാർഡുകളിൽ ചെല്ലുമ്പോൾ മലയാളികളൊന്നും കാണത്തില്ല. അപ്പോഴേക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ബിഗ് പ്രോബ്ലമായി വരാറുണ്ട്. ഇംഗ്ലീഷുകാരുടെ ആക്സസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമുക്ക് പല പല സ്ലാങ് ഉണ്ട്. ഇവിടെ വെയിൽസുകാരും സ്കോട്ടിഷുകാരും ഒക്കെ പല സ്ലാങ് വരും. അപ്പോഴത്തേനും നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് വരുമ്പോൾ മനസ്സിലാകത്തില്ല. അവർ ചിലപ്പോൾ പല കാര്യങ്ങളും പറയുന്നത് നമ്മൾ നല്ല ഇംഗ്ലീഷാണ്, OET ഒക്കെ നല്ല സ്കോർ കിട്ടിയ IELTS ഒക്കെ നല്ല സ്കോർ കിട്ടിയായിരിക്കും വരുന്നത്. പക്ഷേ കുറച്ച് നാളത്തേന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അന്നേരം നമുക്ക് നമ്മുടെ ഒരു റൊട്ടീൻ, മോസ്റ്റ്ലി പോർട്സ്മൗത്ത് QA ഹോസ്പിറ്റലിൽ വരുന്നവരുടെ ഒരു റൊട്ടീൻ. മറ്റുള്ള ഹോസ്പിറ്റലിൽ ഞാൻ 2 ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മൾ സാധാരണ ഡ്യൂട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡ് ഓവർ ഷീറ്റ് പ്രിൻറ്റ് ചെയ്ത് തരും. നമുക്ക് മാനേജരും വാർഡ് സിസ്റ്റർ, സപ്പോർട്ട് വർക്കേഴ്സ്, നേഴ്സുമാർ അവരെല്ലാവരും കൂടി ഒരു ഹാൻഡ് ഓവറാണ്. ഫുള്ള് ഓൾ വാർഡിലെ പേഷ്യൻസിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബെഡ് സൈഡിൽ പോയിട്ട് അതിന് നമ്മൾക്ക് ടീം അലോക്കേറ്റ് ചെയ്യും. ഓരോ ടീമിനും ഒരു സപ്പോർട്ട് വർക്കറും ഒരു നേഴ്സും ആയിരിക്കും. അങ്ങനെ എന്നിട്ട് അവർ പോയി ഓരോ പേഷ്യൻറ്റിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ ബെഡ് സൈഡിൽ പോയി എന്ന് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പേഷ്യൻറ്റിന് കൊണ്ട് കൊടുക്കും. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നഴ്സുമാരും സപ്പോർട്ട് വർക്കേഴ്സും മാനേജരും എല്ലാവരും പോയി ഫുഡ് സെർവ് ചെയ്യണം എന്നാണ് നിയമം. പിന്നെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കാണാൻ 2 ടൈപ്പ് ഓഫ് ട്രേ ഉണ്ടായിരിക്കും. അതിലാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. റെഡ് ട്രേ എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് ഫീഡ് ആവശ്യമുള്ള, ഹെൽപ്പ് ആവശ്യമുണ്ട്, ഫുഡ് കട്ട് ചെയ്യാനും കഴിക്കാനൊക്കെ. അത് അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രമാണ്. നിങ്ങൾക്ക് സംശയം വന്നാലുള്ളൊരു കാര്യം പറഞ്ഞത്. പിന്നെ നമ്മൾ പേഷ്യൻസിന് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ പല കുട്ടികളും കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കൊണ്ട് ടേബിളിലേക്ക് വെക്കും. അവർ പേഷ്യൻറ്റിന് ഫുഡ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് ഫുഡ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്നോ ടേബിൾ ഒന്ന് റേസ് ചെയ്ത് ബെഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പം ഇവിടെയുള്ള ഇംഗ്ലീഷുകാർ നമ്മളെ ഫസ്റ്റ് അസസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അവർ പറയും കണ്ടില്ല, അവരങ്ങനെ കാണിച്ചു. അപ്പം അങ്ങനെയൊന്നും കേൾക്കാതിരിക്കാൻ നമ്മൾ പേഷ്യൻറ്റിനോട് സംസാരിച്ച് ഫുഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്, ടേബിൾ റേസ് ചെയ്ത് ഫുഡൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫീഡ് ചെയ്യേണ്ട പേഷ്യൻറ്റിനെ ഫീഡ് ചെയ്യുക. പിന്നെ നമ്മൾ നേഴ്സുമാരും മെഡിക്കേഷൻ റൗണ്ട്സിന് പോകും. അന്നേരം സപ്പോസ് ടു ബി ഒരു റെഡ് ഏപ്രൺ ഇടണം എന്നാണ് പറയുന്നത്. ചില സ്ഥലത്തുണ്ട്, ചിലപ്പം അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഡ്രഗ് റൗണ്ടിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ലെന്നാണ് നേഴ്സുമാർ. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല ആ സമയത്ത്. ലൈക്ക് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് ഡ്രഗ് എറർ ഉണ്ടായാൽ ഓൺലി നേഴ്സിനെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ റൈറ്റ് പേഴ്സൺ, റൈറ്റ് ടൈം, റൈറ്റ് ഡോസ്, റൈറ്റ് റൂട്ട് എല്ലാം അത് നമ്മൾ ഫോളോ ചെയ്യണം ഉറപ്പായിട്ടും. അന്ന് കഴിയുമ്പോഴത്തേന് സപ്പോർട്ട് വർക്കേഴ്സ് ആണെങ്കിൽ അവർ വാഷ്, മെനു എടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും. സിംഗിൾ പേഷ്യൻസ് ഒരു അസിസ്റ്റൻസ് മാത്രം ആവശ്യമുള്ള അവർ തന്നെ ചെയ്യും. പിന്നെ നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പ്രഷർ സോറുള്ള പേഷ്യൻറ്റിനും 2 പേര് ആവശ്യമായ കാര്യങ്ങളിലും നേഴ്സിനോട് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സ്വന്തം ടീമിലെ സപ്പോർട്ട് വർക്കറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്താണ് നമ്മൾ ആ ഡേയിൽ ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ നമുക്ക് ഹെൽപ്പ് വേണം, എന്താണ് അവർക്ക് ഹെൽപ്പ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചെയ്യുക. എന്നിട്ട് നമുക്ക് സമയം കഴിയുമ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾ പോയി വാഷ് ചെയ്യുക. പിന്നെ നമുക്കിവിടെ ഒബ്സർവേഷൻ, നമ്മുടെ വൈറ്റൽ സയൻസ് എടുക്കുമ്പം നമുക്ക് നമ്മുടെ ഒരു മൊബൈൽ പോലത്തെ ഒരു ആപ്പ് ഇതുണ്ട് നമുക്ക്, അതിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് റെക്കോർഡ് ചെയ്താൽ ഹോൾ ഹോസ്പിറ്റൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഒബ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ സ്കോറ്, ഈ സ്കോർ എന്ന് പറയും, അതിൽ സ്കോർ 3 കൂടുതലാണെങ്കിൽ പേഷ്യൻറ്റിന് അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് വരും. അപ്പം ഒബ്സ് 1 അവറിൽ എടുക്കേണ്ടി വരും, 15 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ടി വരും, ഹാഫ് ആൻ അവറിൽ എടുക്കേണ്ടി വരും. അപ്പം നഴ്സുമാർ ആ കാര്യങ്ങളിൽ ബിസി ആവും. പിന്നെ IV ആണെങ്കിലും 2 പേര് കൂടി എല്ലാ മെഡിക്കേഷനും എല്ലാം ചെക്ക് ചെയ്തിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കൺട്രോൾ ഡ്രഗ്സ് ഉണ്ട്, അതിനും നമുക്ക് സമയം പോകും, 2 പേര് കൂടി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അതൊക്കെ നിങ്ങൾ ഒത്തിരി സൂക്ഷിക്കണം. കാരണം പലവർക്കും വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നം പറ്റുന്ന എന്നാന്ന് പറഞ്ഞാൽ കൺട്രോൾ ഡ്രഗ് ഒക്കെ പേഷ്യൻറ്റിൻ്റെ ആവശ്യമാണ്, പേഷ്യൻ്റ് പെയിനാണെന്ന് പറയുന്നില്ല, ലൈക്ക് മോർഫിനൊക്കെ, എന്നാൽ ഞാൻ കൊണ്ട് കൊടുത്തേക്കാം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഒത്തിരി പേർക്ക് വരുന്ന ഒരു മിസ്റ്റേക്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ലഞ്ചാവും, ആസ് യൂഷ്വൽ ചെയ്ത പോലെ തന്നെ സെർവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേൺ ഉണ്ടെങ്കിൽ ടേൺ ചെയ്യുക. പിന്നെ ഉച്ച കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടുതൽ പരിപാടി. പിന്നെ സപ്പോർട്ട് വർക്കർക്ക് വേറെ ജോലികളൊക്കെ ഉണ്ട്. ഓക്സിജൻ സക്ഷൻ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ഷാർപ്പ് ബോക്സ് ഉണ്ട്, നമ്മൾ ഓരോ നിങ്ങൾ ഇൻസുലിനൊക്കെ ചെക്ക് ചെയ്യുക, ഷുഗറൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ, അതുപോലെ ഇൻസുലിൻ കൊടുക്കുകയാണെങ്കിലും ഒരൊന്നും നമ്മൾ അവിടെ ഇവിടെയൊന്നും കൊണ്ടിടാൻ പാടില്ല. ഒരു യെല്ലോ ബോക്സ് ഉണ്ട്, ഷാർപ്പ് ബോക്സ് എന്ന് പറയും, അതിൻ്റെ അകത്ത് തന്നെ കൊണ്ടിടാവുള്ളൂ. ഇവിടെ കുറേ പോളിസീസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്, അത് മറക്കാതെ വായിക്കുക, അതൊക്കെ അതേപടി ഫോളോ ചെയ്യണമായിട്ട് ശ്രമിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വൈകുന്നേരം സെയിം ഇതുപോലെ തന്നെ ഹാൻഡ് ഓവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കി ഞാൻ കാര്യങ്ങൾ ഞാൻ ഫ്ലവറിനോട് ചോദിക്കാം. ഓക്കെ, നഴ്സിങ്ങിൻ്റെ വേറൊരു കാര്യം, പിന്നെ മെഡിക്കേഷൻ കൊടുക്കുന്നതിൽ അതിന് എന്താണ് ഒരു ഡിഫറൻസ് നാട്ടുമായിട്ട്? നാട്ടിലെന്ന് പറയുമ്പം നമ്മൾ ഓരോ പേഷ്യൻസിനും ഇന്ന മെഡിസിൻസ് പറഞ്ഞ ഒരു ചെറിയ ബോക്സിലാക്കി നമ്മുടെ പേഷ്യൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ട്രോളി ഉണ്ടാവും. ആ ട്രോളിയിലാണ് ഓരോ ടീമിനും ഓരോ ട്രോളി ഉണ്ടാവും. ആ ട്രോളി A to Z മെഡിസിൻസും അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ആ ട്രോളിയിലുണ്ടാവും. ഒരു വലിയ ട്രോളായിരിക്കും. നമ്മൾ ആ ട്രോളിയും കൊണ്ടാണ് ഓരോ പേഷ്യൻ്റെ ബെഡ് സൈഡിലും ചെല്ലുന്നത്. അവർ തരുന്ന മെഡിസിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ ഒരു കാര്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇവർക്ക് കുറേ അലർജീസ് ഉണ്ടാവും. കുറേ പേർക്ക് പല മെഡിസിൻസിനോട് അലർജി ഉണ്ടാവും. സോ നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് നോക്കണം, പേഷ്യൻ്റെ പേര് നോക്കണം, അലർജി നോക്കണം, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ കൊടുക്കുന്നത്. ചിലത് ഓറലായിട്ട് കൊടുക്കാൻ പറ്റും, ചിലത് IV ആയിട്ട് കൊടുക്കാൻ പറ്റും. ചിലർക്ക് ചില പേഷ്യൻസിന് അപ്പോൾ അത് ഓറലായിട്ടായിരിക്കും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഒരു ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇനി ഇൻ കേസ് എന്തെങ്കിലും എഴുതിയിട്ടില്ല, ക്ലിയർ അല്ല, അങ്ങനെ നമുക്കത് കൊടുക്കാണ്ടിരിക്കാനുള്ള അധികാരവും ഉണ്ട്. കൊടുക്കാതെ കൊണ്ടുപോയി ഡോക്ടറോട് പറഞ്ഞ് എനിക്കിത് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ കറക്റ്റ് ആക്കണം എന്നുള്ളത്. ഞാൻ ഫ്ലവറിനെ ഒന്ന് പോസ് ചെയ്യുവാണ്. നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുന്നത് ലൈക്ക് ഇവിടെ ആ ചാർട്ടിന് പറയുന്ന പേര് മാർച്ചാർട്ട് എന്നാണ്, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ് എന്നാണ്. അപ്പം അതുപോലെ തന്നെ ഫ്ലവർ ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാനൊന്ന് പറയുകയാണ്, ക്ലാരിഫൈ ചെയ്യാൻ. നമുക്ക് പേഷ്യൻസിന് അലർജി ഉണ്ടോയെന്ന് ഡ്രഗ് ചാർട്ടിൽ എഴുതിയിട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ പെൻസിൽ അലർജി അല്ലെങ്കിൽ നട്ട്സ് അലർജി, അങ്ങനെ എന്താണ് അലർജി ഉള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഫുഡിനായിരിക്കും, ചിലപ്പോൾ ചില ഫുഡിനായിരിക്കും അങ്ങനെ അലർജി ഉണ്ടോയെന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേറൊരു മാർഗവും കൂടെയുണ്ട്. അവർക്ക് റിസ്റ്റ് ബാൻഡ്, കയ്യിലൊരു നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസും അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എല്ലാ കാര്യങ്ങളും അതിനുള്ള റിസ്റ്റ് ബാൻഡ് ഉണ്ട്. നിങ്ങൾ ഈ മെഡിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് റിസ്റ്റ് ബാൻഡ് നോക്കി അറിയാം പേഷ്യൻറ്റിന് അലർജി ഉണ്ടെന്ന്. എങ്ങനെയാണെന്ന് അറിയില്ലേ, നമുക്ക് 2 ടൈപ്പ് കളർ റിസ്റ്റ് ബാൻഡ് ആണുള്ളത്, വൈറ്റ് ആൻഡ് റെഡ്. റെഡ് റിസ്റ്റ് ബാൻഡ് ഉള്ളത് പേഷ്യൻസിന് അലർജി ഉള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും അലർജി ഉണ്ടെന്ന് കണ്ടാൽ, ആ റിസ്റ്റ് ബാൻഡ് കണ്ടാൽ മസ്റ്റായിട്ടും ഒന്നും കൂടെ ഡ്രഗ് ചാർട്ട് നോക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് കൺഫേം ചെയ്യുക എന്താണ് അവർക്ക് അലർജി ഉള്ളതെന്ന്. അതുപോലെ തന്നെ നമ്മൾ പേഷ്യൻറ്റ് മെഡിക്കേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആ പേഷ്യൻറ്റിനോട് അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കണം, അവരെ വിഷ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി ഓവർ ടു ഫ്ലവർ. എന്താ പറയുക, ഡ്രഗ് ചാർട്ടല്ലല്ലോ, നമ്മൾ എന്താ പറയുക, ഒരു ഡേ നമ്മൾ ഓർഗനൈസ് ചെയ്യാന്ന് പറയുമ്പം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ഓവർ എല്ലാം കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ഹാൻഡ് ഓവർ കിട്ടി കഴിഞ്ഞപ്പം നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ഞാൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ടീമിൽ ആർക്കൊക്കെ ഷുഗർ ചെക്ക് ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ ഹാൻഡ് ഓവർ ഷീറ്റിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കും ഇന്ന ആൾക്ക് ഷുഗർ ചെക്ക് ചെയ്യാനുണ്ട്, എത്ര പേർക്ക് അസിസ്റ്റൻസ് ഓഫ് 2, അതായത് 2 പേരുടെ ഹെൽപ്പിൽ തിരിക്കാനും മറിക്കാനൊക്കെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നടക്കാൻ എത്ര പേരുടെ ഹെൽപ്പ് വേണ്ടി വരും, അത് അസിസ്റ്റൻസ് ഓഫ് 2 എത്ര പേർക്ക് വേണം. സെക്കൻഡ് അവറിൽ ടേൺസ്, അതായത് അവരുടെ സ്കിന്ന് വളരെ ബാഡാണ്, അവർക്ക് സെക്കൻഡ് അവറിൽ ടേൺസ് ആവശ്യമുണ്ടെന്നുണ്ട്, അങ്ങനെയുള്ളവരുടെ പേരെ ബെഡ് നമ്പേഴ്സ് ഞാൻ എഴുതി വയ്ക്കും. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇപ്പം നമുക്ക് ഹാൻഡ് ഓവർ വരുമ്പോൾ പറയുമല്ലോ, ഇന്ന ആൾക്കാർക്ക് യൂറിൻ സാമ്പിൾ വിടാനുണ്ട്, ഇന്ന ആൾക്കാർക്ക് ഇന്ന സാധനം ചെയ്യാനുണ്ട്, NG ട്യൂബ് ഇടാനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റി എഴുതും. അപ്പോൾ നമുക്കൊരു ആ ഡേയിൽ എന്താ ചെയ്യേണ്ടത് നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്യാനും പറ്റും. ഇതേ സംഭവം തന്നെ നമ്മുടെ ഹെൽത്ത് കെയറിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് അവരോടും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഓർഗനൈസ് ചെയ്യാറ്.
പിന്നെ മെഡിസിൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ വന്ന് കഴിഞ്ഞ അപ്പം തന്നെ നമുക്ക് ട്രോളി എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുക എന്നൊന്നും പറയുന്നില്ല. 3 മാസം നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ സമയത്ത് തന്നെ നമുക്കിവിടെ നമ്മുടെ പ്രാക്ടിക്കലും, അതായത് വാർഡിലേക്കും വിടും ബാൻഡ് 3 ആയിട്ട്. അപ്പം നമുക്ക് അതിനുള്ള ട്രെയിനിങ് അത് തരുവർ. ഞാൻ വന്നപ്പോൾ 3 മാസം എനിക്ക് വാർഡിൽ അങ്ങനെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു വൈറ്റ് ഷർട്ടായിരുന്നു. അപ്പം നമുക്ക് ട്രെയിനിങ് തരും. ഹെൽത്ത് കെയർ വർക്കേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നും നഴ്സുമാർ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നും നമുക്ക് ട്രെയിനിങ് തരും. അപ്പോൾ നമുക്ക് ഓരോന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. സോ ഇതെല്ലാം കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സംഭവം തന്നെയാണ്. ഹെൽപ്പിനും ആൾക്കാരുണ്ട്. നമുക്കൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് നമ്മളെ പഠിപ്പിക്കാനായിട്ട്. ഈ ഓസ്കി എക്സാമിനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് എഡ്യൂക്കേറ്റേഴ്സിന് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്ക് അവരോട് ചോദിക്കാം, ആരോടും നമുക്ക് ഹെൽപ്പ് ചോദിക്കാം. അങ്ങനെ കുറേ എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ്സും ഉണ്ട്. സോ എല്ലാം കേട്ട് പേടിക്കണ്ട. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കുകയാണ്. ഓസ്കിയുടെ എക്സാം എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഓസ്കിയുടെ എക്സാം എഴുതാൻ പോകുമ്പം എനിക്കറിയാം നിങ്ങൾ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്ത് നിങ്ങൾ വേറൊരു സ്ഥലത്ത് പോയാണ് എക്സാം എഴുതേണ്ടത്. നിങ്ങൾക്ക് അതിനുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് തരുന്നത്. അതിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. എക്സ്പെൻസ് എന്ന് പറയുമ്പം നമ്മളൊരു ഗ്രൂപ്പായിട്ടായിരിക്കും വരുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല നമ്മളൊരു മാസം വരുന്നത്. ഇപ്പം ഞാൻ വന്നത് ജൂണിലായിരുന്നു. എൻ്റെ ഒപ്പം ഒരു 7 പേര് തന്നെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഫിലിപ്പീൻസിൽ നിന്ന് വന്നവരും ഉണ്ടായിരുന്നു. സോ ഞങ്ങളൊരു 20+ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പം നമുക്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന ദിവസങ്ങളിൽ ഡ്യൂട്ടി, അത് കഴിഞ്ഞ് ഇന്ന ദിവസങ്ങളിൽ നമുക്ക് ക്ലാസ് എന്നുണ്ടാവും. ആ ക്ലാസ്സുകൾ നമ്മൾ ചെല്ലുമ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകളോ, നമ്മൾ ഡമ്മീനൊക്കെ വെച്ചിട്ട് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പവർ പോയിന്റ് പ്രസന്റേഷൻ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങാണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ എക്സാം അവർ ബുക്ക് ചെയ്ത് തരും. ഇവിടെ നമ്മൾ എഴുതുന്നത് അൾസ്റ്റർ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലാണ് എഴുതുന്നത്. അത് നോർത്തേൺ അയർലൻഡാണ്. അത് ഒന്നും കൂടെ കുറച്ച് നല്ലൊരു എക്സാം സെൻറ്റർ ആയതുകൊണ്ടാണ് അവർ നമ്മൾ അങ്ങോട്ട് ബുക്ക് ചെയ്ത് തരുന്നത്. സോ നമ്മൾ ഗ്രൂപ്പായിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനും കുറേ ആപ്പുകളുണ്ട്. ഞങ്ങൾ ചീപ്പ് ഫ്ലൈറ്റ്സിലെങ്ങാണ്ടാണ് കയറി ആപ്പിൽ കയറിയിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നാലും നമുക്കിതിന് മുമ്പ് പോയ കൊഹേർട്സ് എന്നാണ് പറയുന്നത് നമ്മളെ. അപ്പോൾ നമുക്ക് മുന്നേ പോയ കൊഹേർട്സിനോട് ചോദിക്കാം, നിങ്ങൾ എവിടെ താമസിച്ചത്, എങ്ങനെയാണെന്നൊക്കെ താമസിച്ചതെന്ന് ചോദിക്കാം. അതേ കോൺടാക്ട് ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് അത് ബുക്ക് ചെയ്യാം. അങ്ങനെ അവിടെ ചെന്ന് നമുക്ക് എക്സാം എഴുതി വരാം. ഇത് സെയിം സംഭവം തന്നെ. കുറച്ച് കാശ് ചിലവാകും. എക്സാമിൻ്റെ ഫീസ് മാത്രം അവരടയ്ക്കും, ബാക്കിയെല്ലാം നമ്മൾ എടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും അത് അത്ര വലിയ ഇതാവില്ല. എനിക്ക് തോന്നുന്നു ഒരു 400-500 പൗണ്ട്സൊക്കെ വരത്തുള്ളൂ മൊത്തത്തിൽ. ഒരു വർഷമായില്ല, അത്ര ക്ലിയർ ആയിട്ട് ഓർക്കുന്നില്ല. പക്ഷെ എന്നാലും അത്രയൊക്കെ വരുള്ളൂ. നമുക്ക് താങ്ങാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. സോ നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷും കൂടെ കേട്ട് സംസാരിക്കുകയാണ്. കൊറോണ കാരണം എൻ്റെ വീഡിയോ കാണുന്നവർ എന്താ പറയുക, കുറച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ളവരും വേറെ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒക്കെ ഉണ്ട്. അത് കാരണം കുറച്ച് ഇംഗ്ലീഷും കൂടെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ. അപ്പം ഇതിനകത്ത് ഫ്ലവർ പറഞ്ഞതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് വിസ വരുമ്പോൾ ഇവർക്ക് ഫാമിലി വിസയായിട്ടോ അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കേട്ടു. അതിനെക്കുറിച്ച് നമുക്ക് ഫ്ലവറിനോട് ചോദിക്കാം എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. ഓക്കെ. ഞാൻ ആക്ച്വലി ഒറ്റയ്ക്ക് വന്ന കാരണോട് എനിക്ക് ഫാമിലി വിസ ആയിരുന്നില്ല. ബട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡിപ്പെൻഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഓക്സ്കി എക്സാം കഴിയുമ്പോഴോ അല്ലെങ്കിൽ കഴിയുന്നതിന് മുന്നോ, മെയിൻലി എല്ലാവരും ഓസ്കി എക്സാം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവരിക. കാരണം അപ്പോഴേക്കും നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സ്പൗസിനുള്ള വിസ അപ്ലൈ ചെയ്യാം. അതിന് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്, എന്നാലും അത് ചെയ്യാവുന്നേ ഉള്ളൂ. എംപ്ലോയർ ലെറ്റർ വേണ്ടി വരും, നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒരു 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും. 3 മാസത്തെ നിങ്ങൾ 3 മാസത്തിനുള്ളിലാണ് കൊണ്ടുവരുന്നത്. 3 മാസത്തെ മതിയാവും നമ്മുടെ എത്രയാണെന്ന് വെച്ചാൽ അത്. പിന്നെ നമ്മുടെ ഈ പേ സ്ലിപ്പ് എന്നുണ്ട്, അതായത് നമുക്ക് തരുന്ന കാശ്, നമുക്ക് സാലറി തരുന്നതിന് ഒരു പേ സ്ലിപ്പ് അവർ നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ആ പേ സ്ലിപ്പ് നമ്മൾ കാണിക്കേണ്ടി വരും. പിന്നെ നമുക്കൊരു BRP കാർഡ് ഉണ്ട്. BRP കാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വിസ കാർഡാണത്. അപ്പോൾ നമുക്ക് കിട്ടിയ വിസയും നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കൂടിയിട്ട് ഒരു ചെറിയൊരു ഐഡൻറ്റി കാർഡ് പോലെ ഒരു ചെറിയ കാർഡാണ്. അപ്പോൾ ആ കാർഡിൻ്റെ ഇതും പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ നമ്മൾ സെൻഡ് ചെയ്തിട്ട് നാട്ടിൽ നമുക്ക് സ്പൗസിൻ്റെ വിസ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഇപ്പം എൻ്റെ കൂടെ വന്ന കൊഹോർട്സൊക്കെ അങ്ങനെ അവരുടെ സ്പൗസിനെ കൊണ്ടുവന്ന് അങ്ങനെയായിരുന്നു. I think you have to find an accommodation for before your husband come, isn't it? Yes, we have to. Because when we come,
we will be sharing our home. For 3 months, the hospital is providing us accommodation, but after that, we have to find an accommodation for ourselves outside the hospital. So what we did is we are sharing. So if I get married once, and if I'm trying to bring my spouse here, I have to go out of this sharing house, and I will have to find a house for me and my husband, and then I will have to I will have to even show this tenant agreement when I'm bringing my spouse here. When you are applying visa, you have to include your tenancy agreement. Like some people are not actually moving out from the sharing accommodation. If we want to reduce the If the sharing people are okay with this, sharing then- people are okay, and if they are not married or they want to reduce the cost of living, you can still stay in that same house if you have enough space in there, isn't it? Here in this UK, when you try to get an accommodation, you will have to pay rent, then you will have to pay the the council tax, and then you have to pay the energy bills. Energy bills in the sense water and the electricity. Then the wastewater collection bills, and what else? The networks, Wi-Fi connection bills. So all this will add up to a certain amount, and it might be a bit difficult for you to take that along with your salary. So what we do is we share it. Currently now I'm living with two housemates, so we three share it together, and it's a much more, it's bearable for us. It's not that much of a burden for us. So we try to share, and if when you bring the spouse also, it's not much. Your spouse will also be working, and it will be helpful in sharing it. Otherwise, you can share with your friends if they are okay with you having your spouse together. What about the bank account? The hospital people are going to set up an account for you, or you have to find yourself? When you come here, 2 days you will be given some rest time. Like you can go out and get used to this environment and this culture and everything. And then on the third day, so I came on Friday, and I was called in on Monday. So we all went on Monday, and then we had to sign our contract and everything. On that day, they gave us a letter saying that we will be residing in this address, our accommodation address provided by the hospital, and that we will be working for this hospital. So we are an employee here. They will be providing such a letter for us, and we can take this letter to the bank account, to the bank, and open an account there. Mainly here our hospital recommends HSBC account, but we can take this letter to any other bank and then open an account there. Okay. How do you feel about the climate here? Is Climate. it too cold or too hot? It's not too cold, it's not too hot. It's in between. If you're coming from India, the hotness is not that much. You can bear it, but the coldness, if you're coming from North India, it will be fine. But for Keralites, kind of like South Indians, it will be a bit colder for you. But it's not that cold, and it has not. The snows has not. I have not seen any snow here. Yeah, I think you have not been here for more than- longer. yeah. But once you are experienced, or once you start to live here more longer, you Once in feel, a while, I think it snow falls. yeah, it will be more colder and it will be more hotter for you, because Yeah, you feel like body gets adjusted yeah, to the it. humidity is so high here. So you feel the hot, very hot. Last 2 weeks ago it was very hot, like 32 degree, and it was a boiling hot, so we had to use the fan. In India we have like air cooler and all the things and AC, but we don't have it here, so it will be really hot. During the winter time we have a radiator. It will be it can work in the electricity or the gas, so it is more expensive during the winter. The summer we don't use that. And also the water, we have to heat the water to use it. Like even in the kitchen or the bathroom, everywhere we have two types of pipes, hot water and cold water. So we are using that hot water most of the time. That will be more expensive if you are using by gas or electricity. That will be more pay. You have to pay more bill for that as well. And some more things I have wanted to add in that, the bill. Some of the houses, if you are finding, like the rent included with the bill, some of them are not. And we have a different type of house, like studios, one bedroom flat, 2 bedroom flat, include garden, car parking. The prices are various according to that. And
if you are a family, at least you need a 2-bedroom house. If you are a single, you can have only 1 bedroom, and the sometimes the bills are included with it. So sometimes you have to pay £85 per week. The normal cost, the cheaper house, around 500, 550, 600 pounds. So just bear in mind that the cost of the renting house is 600 pounds, plus you have to pay for the bills. So when you are coming from India, I think you must keep some money with you and bring some things. You can keep it for a while you are you are going to stay in the hospital accommodation, and you have to study, practice, and doing the duty for in the ward. So you'll be so exhausted and busy for you can't cook sometimes. So better you keep some when I was studying, when I come here first as well, like I usually I bought some some Indian foods, like what is that, avalos pudi, means avel, or all that things, or chamanti pudi, all that things. So for 3 months you don't need to take too much stress. And mobile as well, you have to change the SIM card here, and you will get more minutes and all. And near to the hospital we have bus stops, and near train stations and everything. You can go everywhere. And the tickets, you can take a all-day ticket, you can go everywhere, and you can use most of the buses. So there are so many nice attraction around the Portsmouth, like a historic dockyard. We have some seaside, garden centers, gardens, shopping facilities, Theme parks. eh? Theme parks. Theme parks. There are lots of things, and some of the attractions are included with the train ticket and the attraction. So you can explore, but only the thing you can explore during the summer, because winter it will be too cold. And I think Flower hasn't seen any snow yet, but I am here for nearly 15 years. I have seen very heavy snowfalls. So and I feel very hot during the summer. And you have to bring some of your clothes. So I will ask Flower what she brought it here to survive in this cold weather. Okay. When we came, it was June, and it was not winter, it was summer still. So I actually didn't bring any coat, but you need a coat before the winter begins. So I went and bought a coat in the shop. And since summer times, the winter coats are a bit on a sale, so it was fine. It was actually a great deal. I bought utensils like the pressure cooker, the pans, and things like that, so that when we move from the hospital accommodation to a new facility, we will have something to start with. So the money burden will be really high on you. So it's better to bring something with you, so that you can start with it and then add on to it as you get your salary. I bought a few dresses, and then sweaters with me, so that is helpful for me. I even brought a quilt with me so it was helpful for me to reduce the burden on me when I moved from my hospital accommodation to the different accommodation. But you don't have to feel, from hearing our talks, you might be thinking that the expense is more than our salary. But the thing is, it might be a bit high, but you still can in the beginning. But then you can start saving, and the saving, remember, in £1 is equal to a kind of like 90 rupees. So even if you save £1, it's 90 rupees to India. So even if it's a small savings, it will be a great help back to home. And as soon as you get the PIN number, you can do the agency. And if you are single, you can do more duty. And on Saturday and Sunday, Sunday, if you're working during the Saturday, Sunday, you will get more money. Saturday, I think around 12 or 13 pound per hour or something. And Sunday, I think more than that. And night, it is around 11 or 12, I think. Sunday, 15 pound or 18 pound, something like that. So if you choose Saturday half day, or Sunday half day, or Sunday night, if you choose a Sunday night, you will get 8 to 12 Saturday price, and Sunday price from 12 to 8.
So just you can choose, and I told you like allocate me. You can choose the ward, you can choose the shift, you can do when you want the money, you can keep that money. You don't need to necessarily get that money from the next week. If you want to save that money, you can keep it, but don't release it all in one go. Then it will be too much tax. So you can release one duty or two duty if you need the money. And one thing I have to go back what Flower said, the spouse visa. Like if you can't afford to buy the furnitures and pots and plates, clothes and things, there are lots of charity shops available near to our hospital. And don't worry, not all of them are very old or bad condition. It will be a good condition, and some of them may be brand new, they haven't even used, because some English people's culture sometimes they don't use the gift items, so they will give to the charity. So sometime if you are lucky enough, you will get the new one in a cheaper price. So you can go to the charity shops. There are some second-hand furniture shops. You can buy the cot, mattress, cupboards, all that things from the second-hand shop. So don't worry about the expense. First, if you are starting into new life, to bring the husband, the visa, so much expense coming in the beginning. So you can buy the old furnitures and things as long as it is useful and good condition. You can get that one. So don't worry about the expense. Okay, what all the back to the work, what all the documents you have to fill it? Okay. Actually, there are lots of paperwork here. You have to fill you have drug chart, yeah, and then you have the skin checklist. It's called intention rounding. So every 2 hours you will have to, at least every 2 hours you have to check on the patient, ask if they need something, because there are confused patients or patients who can't use the call bell that they are provided. Since there is no attenders, it's your responsibility to go and check on them. So you have to feel that you have checked on them and you have helped them. You have to record that thing. And on the behind of that paper there is a skin checklist in which at least once you should have checked the skin and recorded it, and then the turnings you should record in it. And there is the fluid chart. The fluid chart will be like they will write the IV fluids in this fluid chart, or some patients may have fluid restrictions. Then you will have to write what all water or fluid they took and what kind of fluid they took, and what was the balance of the patient. Then you have the nurses document. So it's like a care plan, nurses care plan. If it's a first nurses care plan, you will have to write things like whatever we write in a nurses care plan, that is, patient has this issue and we are going to aim this goal, and what are the interventions we are going to provide. And when the 7 days is finished, we start keeping a continuous sheet, and in this continuous sheet and the other pages of the care plan, we will be writing what all care we provided, how we found the patient, if the patient is alert or confused, if the patient had any complaints, or whatever we did to the patient, we record it, so that when these patients go back home and raise an issue or a complaint, they can go back to our documents and check what happened and what was done for this patient, and rectify what was wrong. And we have there is something called purpose T. It's for the wound care plan. So some patients do have wounds when they come in, or if they have bed sores, it is considered it also comes under the purpose T. So you have to fill in what type of wound, where it was found, and what you did and when you did such things. And what else do you record? I think that's all that we record in A the food and paper. fluid chart. Yeah, food and fluid chart. In food and fluid chart, we do record what breakfast was given and how much the patient had, what lunch was given and how much the patient had, same with the dinner. So we can say, while looking at the food and fluid chart, we can see how the patient is tolerating his food, what all kind of food he is eating good, and what all he is rejecting. And we can plan according to that, so that the nutrition levels of the patient does not go down while they are in the hospital. Okay, I think we have covered most of your questions. If you have any doubt, you can ask under this video, and we are happy to help you. Because I am receiving, actually I'm still receiving lots of questions about the house, about the routine, about all that procedure. So I came in here in 2006, and the procedures are different. That's why Flower is working in my ward. That's why I
call her and I did this one for you. So if you like this video, you have to like, share, subscribe, and watch all my videos. Okay, so I will ask Flower, how was it? It was actually good to share. So if you have any more questions, just ask us and we will be here to help you. Don't feel pressurized and don't feel fearful to come here. We are all here to help you. So just come. Okay, enjoy. Bye bye and take care.